ശ്രീരാമനാമം ജപസാരസാഗരം. അധ്യാത്മരാമായണം കിഷ്കിന്ധാകാന്ഡം തുടർച്ച. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമന്റെ വിരഹതാപം. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ച് ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധൗ താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ, പാപമയ്യോ മമ കൺക കുമാരനീ, ജാനകീ ദേവി മരിച്ചിതോ പുത്രജൽ, മാനസതാപേന ജീവിച്ചിരിക്കയോ, നിശ്ചയിച്ചേതും അറിഞ്ഞതുമില്ലല്ലോ, കശ്ചിൽ പുരുഷനെന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിടുകിൽ, കേവലമെത്രയോമിഷ്ടനവൻ മമ, എങ്ങാനുമുണ്ടിരിക്കുന്നതെങ്ങായി ഞാൻ ഇങ്ങുബലാൽ കൊണ്ടുപോരുവൻ നിർണയം. ജാനകീ ദേവിയെ കട്ടകള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ, വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതോ മതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ. ചന്ദ്രനെ നീ പിരിഞ്ഞതു കാരണം, ചന്ദ്രനുമാദിത്യനെ പോലെയായതു, ചന്ദ്രശീതാംശുക്കളാലവളെ ചെന്നു മന്ദമന്ദം തലോടിത്തതാ വന്നു തടവിടുകെന്നെയും സാദരം, നിന്നുടെ ഗോത്രജയല്ലോ ജനഗജ, സുഗ്രീവനും ദയാഹീനനത്രേ തുലോം, ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജ്യമാശോ ലഭിച്ചവൻ മൈക്കണ്ണിമാരോടു കൂടെ ദിവാനിശം, മദ്യപാനാസക്ത ചിത്തനം കാമുകൻ, വ്യർത്ഥം കൃതഘ്നനത്രേ സുമിത്രാത്മജ. വന്നോ ശരൽക്കാലമെന്നതോ കണ്ടവൻ, വന്നീലയല്ലോ പറഞ്ഞ വണ്ണം സഖേ, അന്വേഷണം ചെയ്തു സീതാധിവാസവും പിന്നേടമെന്നറിഞ്ഞിടുവാനായവൻ. പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതഘ്നന്മാരിൽ നിർണയം, ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനൊക്കെ നീ. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കടശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ, അഗ്രജമാർഗം ഗമിക്കേണമെന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം. യുദ്ധമരുൾ ചെയ്ത രാഘവനോടതിക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിടിനാൻ, വധ്യനായൊരു സുഗ്രീവന് സത്വരം ഹത്വാവിട കൊൾവനദ്യതവന്തികം. ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞിതു പ്രാജ്ഞനായൊരു സുമിത്രാതനയനും, ആദായ ചാപതൂണീര ഖൽഗങ്ങളും ക്രോധേന ഗന്ധുമഭ്യുദ്യതം സോദരം. കണ്ടോ രഘുപതി ചൊല്ലിനാൻ പിന്നെയും, ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു, ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി, കിന്തു ഭയപ്പെടുത്തിയിടുകെന്നേ വരൂ. ബാലിയെ പോലെ നിനക്കും വിരവോടുകാലപുരത്തിനു പോകാമറിയുക നീ, യുദ്ധമവനോടു ചെന്നു ചൊന്നാലതീനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ, വേഗേന വന്നാലതീനനുരൂപമാം ആഭൂതമോർത്തു കർത്തവ്യമനന്തരം. ലക്ഷ്മണന്റെ പുറപ്പാട്.
അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദഹിച്ചു പോമപ്പോഴേ മർക്കടാജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞാനനാകുലനജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖ സുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ. മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജാസംഭവാനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപരാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മായ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂയഥാ രാമനാൽ മാനുഷ്യ വ്യാപാരജാതയാം രാമായണാഭിധാനാനന്ദദായിനിം സൽക്കഥാമി പ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാനാനന്ദഭൂഷൻ. ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയെ തത്തൽ ക്രിയാകാലദേശോചിതം നിജാജിത്തെ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ. സത്വാദികളം ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാന ശക്തിമാനവ്യക്തനദ്വയൻ കാമാദികളാൽ അവിലപ്തനൈവ്യയൻ. വ്യോമവൽ വ്യാപ്തനന്ദനനാമയൻ ദിവ്യമുനീശ്വരൻ മാസനഗാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ. നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് സമ്യക് പ്രബോധനമുണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സജ്ജായതേ മുക്തിപ്രദൻ മുനി വൃന്ദ നിഷേവിതൻ. കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടിതു. മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രുകിലുകില ശബ്ദം പരവശാൽ. വപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാർ അങ്ങുമിങ്ങും ദ്രുതം. മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദ്ധനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു. ഭല്ലൂകവൃന്ദവും വല്ലാതെയായതു. ലക്ഷ്മണനാഗതനായതറിഞ്ഞഥ തൽക്ഷണമംഗദനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ശ്രേഷവും ചെയ്തവനോട് ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛവത്സത്വം പിതൃവ്യനെ കൊണ്ടു ചെന്നു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശുനി. ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാലനർത്ഥമവിളംബിതം വരും. ഉഗ്രനാമഗ്രജാൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനക്ഷണാൽ. അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവനുൾക്കാമ്പിലെങ്കിലതേവരൂ എന്നരുൾ ചെയ്തു ചെന്നു പറകെന്നു ചൊന്നതു കേട്ടൊരു ബാലീതനയനും. തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി. കാമേയഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാപത്തതല്ലായിലുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു മന്ത്രി പ്രവരന മാരുതി തന്നോട് ചിന്തിച്ചു ചൊല്ലിനാൻ. അംഗദനോട് കൂടന്തികെ ചെന്നു വന്ദിക്ക സൗമിത്രിയെ. സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരിക ശാന്തനായോരു സുമിത്രാതനയനെ. മാരുതിയെ പറഞ്ഞേവമയച്ചധാരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ.
താരാദിവാനനെ പോകണമാശു നീ താരേ മനോഹരെ ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടി കലൂഷഭാവത്തെയും നീക്കണം. യുദ്ധമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാർ. ഭക്ത്യാ കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തോ പുറത്തു ഭാഗെ നിന്നരുളുവാൻ അന്തഃപുരത്തിലമ്മാറെഴുന്നള്ളണം. രാജധാരങ്ങളെയും നഗരാഭയം രാജാവു സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. യുദ്ധം പറഞ്ഞു കയ്യം പിടിച്ചാശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു. യോധവന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടു കണ്ടാനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷ്യ ജന്മ മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശ തുല്യമുഖിയായ മാനിനി താരാ ജഗന്മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതനായി. മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായാതിതെന്നറിഞ്ഞില്ലയോ. ഭക്തനായത്രയോ മുത്തമനായി തവ ഭൃത്യനായോരോ കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാലവനെന്തൊരു ഗതി. ചാബല്യമേറുമിജാതികൾ കോർക്കണം മർക്കട വീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശോ ഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായിക വേണം ദയാനിധേ ഭക്തപരായണ. നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10,000 ദൂതന്മാരെ വിട്ടിതോ 10 ദിക്കെന്നും കവികുല പ്രൗഢരും വന്നോ നിറഞ്ഞതോ കാൺകിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കവി സപ്തമന്മാരെല്ലാം. പുത്ര കളത്രമിത്രാന്വിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവപാദം ഭുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും. താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്ദിച്ചു. മത്തനായി വിഹ്വലെ ദക്ഷണനാം കവി സത്തമാനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോടു ചൊല്ലിനാൻ നീ രഘു സത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ. വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നുമറിയുക നീ. അഗ്രജമാർഗം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതേനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. യുദ്ധമരുൾ ചെയ്വതീനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കവി. സത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ. രാമകാര്യാർത്ഥമുണർന്നിരയ്ക്കുന്നിതു താമസമെന്നിയേ വാനരാപുങ്കവൻ. വിസ്മൃതനായിരുന്നിടുകയല്ലേതും വിസ്മയമമ്മാറു കണ്ടിലയോ ഭവാൻ. വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കുമാമയമെന്നിയേ വാനരനായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയോ മാരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ. സുഗ്രീവനർഘ്യപാദ്യാദ്യേന പൂജ ചെയ്തഗ്രഭാഗെ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്തരാഘവ കാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർദ്ധമാത്രം കൊണ്ട് രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ.
സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നിയോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജന്മൊഴി കേട്ടു സൗമിത്രിയോ മുൾക്കാം വഴിഞ്ഞവനോടു ചൊല്ലിടിനാൻ. ദുഃഖേന ഞാൻ പരൂഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്കൽ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനിടൂ. വൈകാതെ പോക വനത്തിനു നാമിനി രാഘവൻ താനെ വസിക്കുന്നതുമിടൂ. സുഗ്രീവൻ ശ്രീരാമസന്നിധി. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങിനി പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി വേരെ മൃദംഗ ശംഖാദിനാദത്തോടും അഞ്ജനപുത്ര നീലങ്കദാദ്യൈരല മഞ്ജസാവാനരാസേനയോടും ദദാ ചാമരശ്വേതാദപത്രവ്യജനവാൻ സാമര സൈന്യനാകണ്ഡലാനെ പോലെ. രാമൻ തിരുവടിയ ചെന്നു കാൺമതിന്നാമോദമോടു നടന്നു കബീവരൻ ഗഹ്വരദ്വാരി ശിലാതലേ വാഴുന്ന വിഹുലമാനസം ചിരാജിനാധരം. ശ്യാമം ജടാമകൂടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദു കണ്ടു ദൂരാൽ കബീവരൻ തേരിൽ നിന്നാശുതാഴത്തിറങ്ങിടിനാൻ. വീരനായൊരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികെ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു ഗാഠം പുണർന്നിടിനാൻ. സൗഖ്യമല്ലേ ഭവാനെന്നുരാ ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആതിഥ്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻതുലോം. സീതാന്വേഷണം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചതന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ വാർത്തരുളേണമാതരാൽ. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കോരു മർക്കട വീരരെ കാണായതൊക്കവേ നാനാ കുലാജല സംഭവന്മാരിവർ നാനാ സരിദ്വീപ ശൈലനിവാസികൾ. പർവ്വത തുല്യ ശരീരികളേവരും ഉർവീപതേ കാമരൂപികൾ എത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെയൊടുക്കുമിവരിനി കേജിൽ ഗജാബലന്മാരിതേലുണ്ടു താൻ. കേജിൽ ദശഗജശക്തിയുള്ളോരുണ്ട് കേജിതമേത പരാക്രമമുള്ളവർ. കേജിൽ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൽ കനക സമാന ശരീരികൾ. കേജന രക്താന്തനേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരമാ അഥാപരേ ശുദ്ധ സ്ഫടിക സംഘാശ ശരീരികൾ. യുദ്ധവൈദഗ്ധ്യമിവ ഒരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കവികുലം. മൂലഫലദള പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം. ദേവദേവേശ രഘുകുല പുങ്കവ വൃക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ. പുഷ്കര സംഭവ പുത്രനിവനല്ലോ കോടി ഭല്ലൂക വൃന്ദാധിപതി മഹാ പ്രൗഢമതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വ പരാക്രമൻ. ഗന്ധവാഹാത്മജാനീശാംശ സംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലതി പൂണ്ടവൻ മൈന്ദൻ വിവീതനും കേസരി മാരുതി താതൻ മഹാബലി. വീരൻ പ്രമാധീശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിമുഖനും ഗന്ധമാതനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ. താരാതനയനാമംഗദാനിങ്ങനെ ചൊല്ലുള്ള വാനര വംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ.
വേണുന്നതെന്തെന്നിവരോടരുൾ ചെയ്യുക. വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ. സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു. സന്തോഷപൂർണാശു നേത്രാംബുജത്തോടും അന്തർഗതമരുൾ ചെയ്തിതു സാദരം. മൽക്കാര്യ ഗൗരവം നിങ്കലും നിർണയമുൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്വ നീ. ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശീസഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരനയച്ചിതോ 4 ദിക്കിങ്കലും 100,000 കവിവീരന്മാർ പോകണമോരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണാദിക്കിനത്യുന്നതന്മാർ പലരും പോയി തിരയണം. അംഗദൻ ജാമ്പവാൻ മൈന്ദൻ വിഭീഷണനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുത ഗാത്രിയെ നീളത്തിരഞ്ഞെങ്ങു 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞെങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണമേണങ്കശേഖരൻ തന്നാണ് നിർണയം. 4 കൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലും എന്നയച്ചിടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെച്ചെന്നു ഭാഗവതോത്തമനുമിരുന്നിടിനാൻ. യുദ്ധം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതു വായുതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു മനസ്സേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തേടുതു സഖേ. രാമനാമങ്കിതമാമങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാള വാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലുമെന്നയച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയോരു രക്ഷാവരനായ രാവണൻ വാഴുന്ന ദക്ഷിണാദിക്കു നോക്കി കവി സഞ്ജയം. ലക്ഷവും വൃത്രാരി പുത്രതനയനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കടാസേനാധിപതികളുമായി ധൃതം ഗ്രാമപ്രദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്രൈവ തിരഞ്ഞതീ സത്വരം നീളെ നടക്കും ദശാന്തരേ. ഗന്ധവാഹാത്മജാനാദികളൊക്കവേ വിന്ധ്യാചലാടവേ പൊക്കു തിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതിക്രൂരനായോരു നിശാചര വീരനെ കണ്ടു. വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു കബീവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. സ്വയം പ്രഭാദർശനം. അന്ധകാരാരണ്യമാശുപുക്കേടിനാരന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കകണ്ഠോഷ്ടതാലു പ്രദേശത്തോടും മർക്കട വീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ. വല്ലി തൃണഗണ ഛന്നമായൊന്നതിലില്ലയല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ച ഹംസാദി പക്ഷികളോധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ. പക്ഷങ്ങളിൽ നിന്നു വീണോ ജലഗണം മർക്കടന്മാരോ മധു കണ്ടു കൽപ്പിച്ചാർ. നല്ല ജലമതിയിലുണ്ടെന്നു നിർണയമെല്ലാവരും നാം ഇതിലിറങ്ങിടുക
എന്നോ പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞതിരുട്ടു കൊണ്ടന്നേരമന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു പോയി. ചെന്നാരതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലമ്മാറതി ധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരംബരം. വാപികളുണ്ടോ മണിമയ വാരിയാലാപൂർണകളായി അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപദ്രുമാതുല്യമായി. പീയൂഷ സാമ്യ മധുരദ്രോണ സംയുത പേയ ഭക്ഷ്യാന്യ സഹിതങ്ങളായുള്ള വസ്തുക്കളുണ്ടോ പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി. മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചന വിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടാരുത്തിയെ. യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാല സമാഭ്ര കലർന്നതി പാവനായ മഹാഭാഗയെ കണ്ടു. തൽക്ഷണേ സന്തോഷപൂർണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൾ. നിങ്ങളാരാകുന്നതെന്നു പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയാറുമില്ല ഞാൻ. ഉത്തരകോശത്തിങ്കലയോധ്യയെന്നുത്തമമായൊരു ഉത്തമമായുണ്ടൊരു പുരി ഭൂതലേ തത്രൈവ വാണു ദശരഥനാം നൃപൻ. പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നു മറിഞ്ഞാലും താതാജ്ഞയാവനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിലീനസ്ഥലേ മോദേന വാഴുന്ന കാലമൊരു ദിനം. ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശുപോയിടിനൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകൂമനൂജനും ഭാമിനെ തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതോ തമ്മിലന്യോന്യമായി. എന്നെ അതിനഗ്രജനായി ആകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൽ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടു വരികെന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും. ദക്ഷിണാദിക്കിൽ അന്വേഷിപ്പതിനൊരു 1,00,000 കവിവരന്മാരുണ്ട് ഞങ്ങളും. ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയ വന്നു മോഹേന ഗഹ്വരം ബുക്കീതറിയാതെ. ദൈവവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങളേതും അറിഞ്ഞില്ല, നേരെ അരുൾ ചെയ്യുക വേണമതും ശുഭേ. യോഗിനി താനും ഒരു അധു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫല മൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞോ വരോവിനെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം ബുദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം. ചാരുസ്മിത പൂർവമഞ്ജസയോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വാവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമ മനോഹരി
നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൽ മുക്തേന്ദുശേഖരൻ തന്നെയതു മൂലം ദിവ്യപുരമിതം നൽകിനാൻ ഈശ്വരൻ ദിവ്യ സംവത്സരാണമയുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹ പുരാ തത്സഖീ ജ്ഞാനിക നാംനാ സ്വയം പ്രഭ സ്വന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയും എന്നോട് ചൊല്ലിനാൾ സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കളത്ര വരികയുമില്ലല്ലോ ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിദീനസ്ഥലെ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളോ മതിക്രൂരനായിടും ദശാനനകാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻഗുഹാമന്ദിരെ സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുത്തമൻ ഭക്ത്യാപരനെ സ്തുതിച്ചാൽ വരുന്തവ മുക്തേ പദം യോഗി ഗമ്യം സനാതനം ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കൺമതിനായി കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പരുവഴി കൂട്ടുവാൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്വരം പൂർവസ്ഥിതാടവി ബുക്കിതു ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയോടെ നടന്നു തുടങ്ങിനാർ